ഓക്കെ, ഗുഡ് ഈവനിങ്. പ്രോജക്ട് മോണിറ്ററിംഗ് ആൻഡ് എവല്യൂഷൻ കേട്ടോ, ഒന്നാമത്തെ ബ്ലോക്ക്. ഇതാണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് എന്ന പേപ്പറാണ്. അതിലെ നാലാമത്തെ ബ്ലോക്കാണ് പ്രോജക്ട് ഇവാലുവേഷൻ ആൻഡ് സബ്മിഷൻ. ആ ബ്ലോക്കാണ് നമ്മളിപ്പം എടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ഇവാലുവേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് മോണിറ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രോജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രോജക്റ്റ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇവാലുവേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഓരോ ഘട്ടത്തെയും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇവാലുവേഷൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമല്ലോ, ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ ഉണ്ടാവും, പല പല തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ഉണ്ടാവും, പ്രൈവറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഒരു പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒരു മൂല്യനിർണ്ണയം അല്ലേ. നമ്മളപ്പോൾ ഒരു എക്സാം ഇവാലുവേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ എക്സാം എഴുതി പേപ്പർ നമ്മൾ വാലുവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ചെയ്ത പ്രോജക്റ്റിന്റെ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് ലെറ്റ്സ് നൗ എക്സാമിൻ പ്രോജക്റ്റ് ഇവാലുവേഷൻ. ദ പ്രോജക്റ്റ് ഇവാലുവേഷൻ ഫേസ് എംഫസൈസ് ദ കൺട്രോൾ കമ്പോണന്റ് ഓഫ് ദ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ ഫേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു പ്രോജക്റ്റിന്റെ ഒരു ഘട്ടത്തിൽ ഉള്ളൊരു മേൽനോട്ടം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു നിയന്ത്രണം. അതായത് നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്, അതിൻ്റെ ഡെഡ് ലൈൻ. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡെഡ് ലൈൻ. നമ്മളിപ്പം ഏതൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താലും അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം. അപ്പോൾ നമ്മൾ ആ ഒരു ഡെഡ് ലൈൻ കഴിഞ്ഞോ, അത് കഴിഞ്ഞുകൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ആ ഒരു പ്രോജക്റ്റിന്റെ ഡെഡ് ലൈൻ എപ്പോഴാണ്, അപ്പൊ അതുപോലെ അത് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, അതിന്റെ ഏറെക്കുറെ നമ്മളിപ്പം ഈ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രോജക്റ്റ് ഏറെക്കുറെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഹൗ ടു ബിഗിൻ ദി പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ്. എങ്ങനെയാണ് ഡിസൈഡ് ടു വൈഡ്ലി കറന്റ് അപ്ലൈൻ ഇനിഷ്യേറ്റീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ്. ഇത് നമ്മൾ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോജക്റ്റിനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ഫോർ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ്. നമ്മൾ അതിനൊരു പ്ലാൻ വേണം അല്ലെ. ഏതൊരു കാര്യത്തിനും നമ്മൾ എന്ത് വേണം, ഒരു പ്ലാറ്റ്ഫോം വേണം, അതല്ലെങ്കിൽ ഒരു പ്ലാൻ വേണം. ഫസ്റ്റ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അതിനൊരു സോഫ്റ്റ്വെയർ വേണം അല്ലേ. ഇത് ഇന്റർനെറ്റ് വുഡ് ഓഫേഴ്സ് മൾട്ടിപ്പിൾ പ്രോജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ വിച്ച് അസിസ്റ്റ് ദ പാത്ത് ഓഫ് ഓർഗനൈസേഷൻ. അതായത് നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് മോസ്റ്റ്ലി ഇപ്പം നമുക്കറിയാം, നമ്മളൊരു ഡെസർട്ടേഷൻ ചെയ്യാണ്, ഒരു തീസിസ് ചെയ്യാണ്, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം ഡേറ്റയൊക്കെ അനലൈസ് ചെയ്ത് എല്ലാം വച്ച് കഴിയുമ്പോൾ നമുക്ക് SPSS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ ഇത്ര പേർക്ക് അറിയാമെന്ന് എനിക്കല്ല. SPSS എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചെയ്ത ഡേറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾമോസ്റ്റ് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനും നമുക്കൊരു സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യാം, വിത്ത് ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യാം, കണ്ടെത്തുക എന്നുള്ളതാണ്. ആ സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കി അതിനുശേഷം നമ്മൾ ദിസ് സ്റ്റെപ്സ് അഷ്യൂർ ടു കീപ് ഐ ഓൺ ദി പ്രോജക്റ്റ് ആൻഡ് ദ ഇവാലുവേഷൻ അറ്റ് ഈച്ച് ഫേസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ ഘട്ടത്തിലും നമുക്കിത് ഓരോന്നും നോക്കി ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ assisting the stakeholders with the necessary roles and making the list of tasks is very important. അതായത് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ പ്രോജക്റ്റിന്റെ കൂടെ ഉള്ളവരുടെ അല്ലെങ്കിൽ ആ ഒരു ആളുകൾക്ക് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്ക് എന്താണ്, അല്ലെങ്കിൽ ആ ടാസ്ക് അവർ ഏതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പിംഗ് എ റെക്കോർഡ് ഓഫ് ദ പ്രോബ്ലമാറ്റിക് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ആൻഡ് ദ വേ ടു ഹാൻഡിൽ ദം ഈസ് വെരി യൂസ്ഫുൾ. അതായത് നമ്മൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തരും ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ പാർട്ടും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അവര് ആ ഒരു പ്രശ്നം എങ്ങനെയാണ് അഭിമുഖീകരിക്കുക, അതുപോലെ അതിനെ ഓരോ ഘട്ടങ്ങളെയും എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കി അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. മീൻസ് അതിൻ്റെയൊക്കെ ഓരോ ഒരു പ്രോജക്റ്റിലാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു 4 ടീമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് വെച്ചു. ഈ 4 ടീമിനും ഓരോ ടാസ്ക് ഉണ്ടാവും. അപ്പൊ ഈ 4 ടീമും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ആദ്യം മോണിറ്റർ ചെയ്തു. അതിനുശേഷം ഓരോരുത്തർ എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്തത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. ദെൻ ദ പ്രോജക്ട് ഫിനിഷ് ഓൺ ദ ഫേസ് ഇവാലുവേഷൻ ഈസ്
to be done, it's better to evaluate the project every week. Gathering input to learn about the വർക്ക്ഫ്ലോ ഓൾസോ ഹെൽപ്പ് ദിസ് കേസ്. അതായത് നമ്മൾ എന്താണ് എപ്പോഴും ഒരു പ്രോജക്റ്റ് ഇതൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം തീരുന്നവരെ കാത്തിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യാം, മോസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോജക്റ്റിന്റെ ഓരോരോ ഘട്ടവും, അതായത് മോസ്റ്റ്ലി ഒരു വീക്കെൻഡിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ മീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് എവിടെ വരെ എത്തി, ഇതിന്റെ എന്താണ് ഈ ഇവാലുവേഷൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കിയിട്ട്, നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു, ഇപ്പൊ 4 പേരെ ഞാൻ ഡിവൈഡ് ചെയ്ത് തന്നു, എന്നിട്ട് ഞാൻ ആ വഴി പോയിട്ട് സബ്മിഷന്റെ അന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റെപ്പിലെത്തി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എവിടെ വരെ എത്തി എന്നുള്ളത് അനലൈസ് ചെയ്യാൻ എനിക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു വീക്കിൽ, എല്ലാ വീക്കിലും ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഫസ്റ്റ് നമ്മളൊരു പ്ലാനാണ്, വീക്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു മീറ്റിംഗ് വെച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും ഇത് അസസ് ചെയ്യുക, എവിടം വരെ എത്തി, എങ്ങനെ ചെയ്തു, അങ്ങനെ കുറേശ്ശെ നമ്മൾ എന്ത് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്താൽ മാത്രമേ നമുക്കത് ഫൈനലിലോട്ട് നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പ്ലാൻ വേണം, എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്ലാൻ. രണ്ടാമത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രാക്കിംഗ് റിയൽ ടൈം പെർഫോമൻസ് എന്നാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരുടെ നമ്മൾ ഒരു ട്രാക്ക് ചെയ്യുക, അതായത് നമ്മൾ അവരെ എന്താണ് അവരുടെ ആ ഒരു റൂട്ട് നമ്മൾ നോക്കുക, എന്താണ് ഇവര് പ്രോജക്റ്റ് മാനേജ്മെന്റ് തന്നെയാണോ ചെയ്യുന്നത്, അതോ വേറെ എന്തെങ്കിലുമൊക്കെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവര് എന്താണ് അതിന്റെ ഒരു പുരോഗതി അനുസരിച്ച് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടത്, ആ റിസോഴ്സ് എല്ലാം ഇവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ട്രാക്ക് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഞാൻ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ ഏതൊക്കെ എത്തി, എവിടം വരെ എത്തി എന്നുള്ളത്, ഇപ്പൊ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങളോട് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഡെസിറ്റേഷൻ ചെയ്യാൻ പറയുവാണ്. അപ്പൊ ഓരോരുത്തർക്ക് ഞാൻ 4 ടോപ്പിക് അസൈൻ ചെയ്ത് തന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ, ഈ 4 ടോപ്പിക് അസൈൻ ചെയ്തിട്ട് ഞാൻ 4 പേരെയും വിട്ടു, നിങ്ങളോട് റിവ്യൂ എടുത്തോണ്ട് വരാൻ പറഞ്ഞു, എന്നിട്ട് എഴുതി അയക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മോണിറ്റർ ചെയ്യാണ്. അപ്പൊ നോക്കുമ്പോൾ എന്താണ്, ഒരാൾ അയച്ചിട്ടുണ്ട്, ഒരാൾ അയച്ചിട്ടില്ല, ഒരാൾ 3 എണ്ണേ അയച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മളൊരു പ്ലാൻ നിങ്ങൾക്ക് കൊടുത്തു. എന്താണ് പ്ലാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ തന്നു, ഇങ്ങനെയാണ് റിവ്യൂ എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു വിട്ടു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പ്ലാൻ തന്നു. രണ്ടാമത് എന്ത് ചെയ്തു, അതൊരു ട്രാക്ക് ചെയ്യാണ് ഞാൻ, അത് കറക്റ്റ് ടൈമിൽ എങ്ങനെയാണ് നിങ്ങളുടെ പെർഫോമൻസ്. അപ്പൊ എന്തെങ്കിലും റിസോഴ്സുകൾ കുറവുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറൊരാൾക്ക് വേറെ എന്തെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാനുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവാലുവേറ്റിംഗ് പ്രോജക്റ്റ് റിപ്പോർട്ട്സ്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, നിങ്ങളുടെ അടുത്ത് അടുത്ത സെക്ഷൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു, ഈ ചെയ്ത സാധനങ്ങൾ എനിക്ക് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, കണ്ടിന്യൂസ് ചെക്ക് ടു ദ ടൈംലി കംപ്ലീഷൻ ഓഫ് ദി ജോബ് ആൻഡ് ഡീറ്റെയിൽ അനാലിസിസ് ഓൺ ദ ആൻസിപ്പേറ്റഡ് എന്താണ് സെറ്റ് ബാക്സ് ആർ വെരി ഇംപ്രസീവ്. നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒരു ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താണ് അതിന്റെ ഒരു ആൻസർ കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് കൊടുത്തോണ്ടിരിക്കില്ലേ, അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ സൊല്യൂഷനും നമ്മൾ ഓരോ സമയത്തും ഒരു ഡേറ്റ അനാലിസിസ് ആയാലും അതിന്റെ റിപ്പോർട്ട് ആയാലും നമ്മൾ എന്താ ചെയ്യുക, ഓരോ സമയത്തും അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പൊ ആ റിവ്യൂ ഞാൻ പറഞ്ഞു 3 പേര് അയച്ചു, അപ്പം 2 പേര് എവിടെ, ഞാൻ അന്വേഷിച്ചു. അപ്പൊ തിരക്കുണ്ടെന്ന് പറഞ്ഞു, തിരക്കുണ്ടെങ്കിലും അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പുഷ് ചെയ്ത് അയപ്പിക്കുക. അയച്ചത് തന്നെ എല്ലാം കറക്റ്റ് ആയിരിക്കുമോ, കറക്റ്റ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ തെറ്റുകളെ തിരുത്തി പിന്നെ എന്ത് ചെയ്യുക, റീസബ്മിറ്റ് ചെയ്യാൻ പറയാം. പക്ഷെ ഇതെല്ലാം എന്ത് ചെയ്യണം, ടൈമിങ്ങിൽ ചെയ്യണം. അപ്പൊ നമ്മൾ മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവാലുവേറ്റിംഗ് റിപ്പോർട്ട് റിപ്പോർട്ടാണ്. 4 എന്ന് പറഞ്ഞാൽ എൻഹാൻസ് വർക്ക് ഫ്ലോ പ്രൊസീജിയർ. നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ വർക്ക് ഫ്ലോ പ്രൊസീജിയറിനെ എന്ത് ചെയ്യണം, എൻഹാൻസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയെ നമ്മൾ എന്ത് ചെയ്യാം, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഫൈനലി സെറ്റ് ആയിട്ടുണ്ടോ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് അവർക്ക് ഈ പറയുന്ന സ്റ്റെപ്സ് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പുകൾ നിങ്ങളെ ഇത് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ എന്ത് ചെയ്യാം, പുഷ് ചെയ്യാം. എന്ന് വെച്ചാൽ അതായത് ഇത് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും അങ്ങനെയല്ല എന്നുള്ളതല്ലാതെ നമ്മൾ എന്താണ് ആവശ്യമുള്ള റിസോഴ്സ് കളക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എവിടെ ആ റിസോഴ്സ് കിട്ടും എന്നുള്ളത് അവരിപ്പോൾ നിങ്ങളോട് ഞാൻ പറയാണ്, എന്താണ് ഒരു ഡേറ്റ എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് എടുക്കുന്നത്,
എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ടൈറ്റിൽ എടുത്തിട്ട് പോയിട്ട് സെർച്ച് ചെയ്യാൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വിമൺ എംപവർമെന്റ് ആണെങ്കിൽ വിമൺ എംപവർമെന്റിന്റെ ഒരു 10 റിവ്യൂ എടുത്തിട്ട് വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിമൺ എംപവർമെന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അത് മാത്രമായിരിക്കില്ല കിട്ടുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക? വിമൺ എംപവർമെന്റ് ത്രൂ സ്കോളർലി ആർട്ടിക്കിൾ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ സ്കോളേഴ്സ് എഴുതിയ ആർട്ടിക്കിൾ കിട്ടും. സോ അപ്പോൾ ഈ ഒരു ഗൈഡൻസ്, ഈ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് ആ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? അവരുടെ പ്രോജക്റ്റിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുക കേട്ടോ. അത് എൻഹാൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വർക്ക് ഫ്ലോയുടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാം? അവർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ എന്താണ്? കോൺസെൻട്രേറ്റിംഗ് ഓൺ ലേണിംഗ് ആൻഡ് ഡെവലപ്പിംഗ്. അതായത് നമുക്ക് എന്താണ്, ഒരു ട്രാക്ക് ചെയ്തു, അനലൈസ് ചെയ്തു, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടുന്ന ആവശ്യമുള്ള വേണ്ടുന്ന പുതിയ പുതിയ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ എന്താണ് അവരുടെ വിശകലനം ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനായിട്ടുള്ള കാര്യങ്ങളോ എല്ലാം അങ്ങനെയുള്ള ബെറ്റർ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവരെ ഫോക്കസ് ചെയ്ത് കൊടുക്കുക. അതായത് അവരെ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? അവരെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരിക. അതായത് ദർ അഡീഷണൽ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രോജക്ട് മോണിറ്ററിങ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രോജക്റ്റിനെ മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇപ്പം നിങ്ങൾ ഇപ്പോഴത്തെ ഒരു രീതിയിലായിരിക്കും ചെയ്യുക. അപ്പം ഞാൻ പറയുകയാണ്, ഇല്ല ഒരു 5 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ നാട്? അപ്പോൾ നിങ്ങളൊരു കാര്യം ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഫ്യൂച്ചർ സ്കോപ്പ് ഇൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടി ആഡ് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മോർ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ഇവാലുവേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇനി അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതായത് എന്താണ്, ഒരു മെത്തേഡ്സ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വലിയ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഇവാലുവേഷനും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ അതിന്റെ മെത്തേഡ്സ് ആണ്. പക്ഷേ ദ സെയിം ടൈം നമുക്ക് എന്താണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെ സ്റ്റെപ്സുകളാണ് നമ്മൾ പിന്നെ ഒരു പ്രോജക്റ്റ് മോണിറ്ററിംഗിൽ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇനിഷ്യേറ്റീവ്. ഏത് കാര്യത്തിൽ നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം, മനസ്സിലായോ? ദ ഫേസ് ഡിസ്ക്രൈബ്സ് ദ പ്രൊസീജിയർ വിച്ച് ആർ ടു ബി അപ്രൂവ്ഡ്. അതായത് നമ്മൾ എന്താണ് ഈ ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ എന്താണ് ആദ്യം അവർക്ക് എന്താണ് ആദ്യം നമുക്ക് ഈ പ്രോജക്റ്റ് അപ്രൂവൽ ആകണം, അതറിയാമല്ലോ. അപ്പോൾ ഈ പ്രോജക്റ്റ് അപ്രൂവൽ ആകേണ്ട ഒരു ഘട്ടത്തിലേക്കുള്ള ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പം പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി പ്രോജക്റ്റ് എല്ലാം ഒരുവിധം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്താണ് വേണ്ടത്? എങ്ങനെയെങ്കിലും ഈ പ്രോജക്റ്റ് ഒന്ന് എന്താണ് അംഗീകരിക്കണം, ഇതിൻ്റെ അപ്രൂവൽ കിട്ടണം. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. അപ്പൊ നമുക്കതിന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇനിഷ്യേഷൻ. അതായത് നമ്മൾ ഒരു ഇനിഷ്യേഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ ഫേസ് ഡിസ്ക്രൈബ് ചെയ്യുക. അതായത് ഇത് അപ്രൂവൽ ആകുമോ, അതായത് ഒരു ഫസ്റ്റ് ഒരു ഘട്ടം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലാനിങ് ആണ് അല്ലേ. നെക്സ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലാൻ ചെയ്യുന്നു. ദിസ് ഫേസ് ഹെൽപ്പ് ടു ഡിസൈഡ് ടു മെഷർ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് ദ എക്സിക്യൂഷൻ ഫേസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അതായത് എങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. 3 എന്താണ്, ഒരു പ്രോജക്റ്റിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുക, സെക്കൻഡ് പ്ലാൻ ചെയ്യുക, 3 എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, 4 മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ, ദെൻ ക്ലോസിങ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് നമ്മൾ ഏതിനും അവരെ അപ്രൂവൽ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇനിഷ്യേഷൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാനിങ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ സ്കെച്ച് ഔട്ട് ഓഫ് ദ പ്ലാൻ ആർ ക്യാരിഡ് ഔട്ട് ചെയ്യുക. നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന ഒരു പ്ലാൻ ചെയ്ത ഒരു സ്കെച്ച് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ചെയ്യുക. ദിസ് വേസ് എൻഷുർ ഓൺ ഷെഡ്യൂൾ മൂവ്മെന്റ്സ് ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് ഹിയർ ഇംപ്ലിമെന്റേഷൻ ഓഫ് എനി നെസസറി ചേഞ്ചസ് ആർ ഇനിഷ്യേറ്റഡ്. ഈ ഒരു മോണിറ്ററിങ് ആൻഡ് കൺട്രോളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും നെസസറി ചേഞ്ചസോ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അപ്പം നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് പ്രോജക്റ്റിന്റെ ഫാക്ട്സ്, ബഡ്ജറ്റ്, സെറ്റിങ്സ്, ഷെഡ്യൂള്, ഇതെല്ലാം നമ്മൾ ഈ ഒരു മോണിറ്ററിങ് ആൻഡ് കൺട്രോളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ക്ലോസിംഗ് ആണ്. ദിസ് ഫേസ് കണ്ടെയ്ൻസ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് അനൗൺസ്മെന്റ് ഓഫ് ദ സെയിം ഓഫ് ദ പ്രാക്ടീസ് ഇൻവോൾവ്ഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവസാനം നമ്മൾ ഈ പ്രോജക്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടാണ് മോണിറ്ററൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ പൂർത്തിയാക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊരു ഒരു അക്നോളജ്മെൻറ്റ്, നമ്മൾ അതിനൊരു അറിയിപ്പും കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് മെയിനായിട്ട് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ, മോണിറ്റർ ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്താണ് ഇനിഷ്യേഷൻ, അതുപോലെ പ്ലാനിങ്, ദെൻ ഇംപ്ലിമെൻറ്റിങ്, ദെൻ എന്താണ് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെപ്സ്. പിന്നെ നമ്മൾ ഇതെന്താണ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ പ്രോജക്റ്റ് ഇവാലുവേഷൻ ആണ്. അതിൻ്റെ എന്തൊക്കെ മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഏതൊരു സാധനം നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ കൊടുത്താലേ അത് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. ഫൈനലൈസ് ചെയ്താലേ അത് ഡിസ്ക്രിമിനേഷൻ ആൻഡ് റിപ്പോർട്ട് റെഡിയാക്കാൻ പറ്റും. ഈ ഒരു 4 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റെപ്സ്, അതിൻ്റെ ഓർഗനൈസിങ്. നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പ്ലാൻ ചെയ്യണം, അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് വിട്ടിട്ട് നാളെ ഒരു എന്താണ് വനിതാ ദിനമുണ്ട്, അപ്പോൾ അതിനൊരു ഒരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, വനിതാ ദിനമാണ്, അപ്പോൾ എന്താണ് അതിന് ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അറേഞ്ച് ചെയ്യണം, ഇല്ലേ? അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിന് നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, അവർ ഓക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിന് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് അതൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞ് എന്താണ് അടുത്ത പരിപാടി, അത് കഴിഞ്ഞിട്ട് ആരാണ് ഓഡിയൻസ്, ആ ഓഡിയൻസിനെ നിങ്ങൾ അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് സ്റ്റേജ് ഡെക്കറേഷൻ, പിന്നെ എന്താണ് ഉദ്ഘാടനത്തിനും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കുക, ബ്രൗഷർ അടിക്കുക, പിന്നെ എന്താണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എല്ലായിടത്തും പബ്ലിസിറ്റി കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെവിടെ എത്തും, അല്ലെങ്കിൽ ഗസ്റ്റ് എവിടെ എത്തും, അപ്പോൾ ആ ഗസ്റ്റിനെ നമ്മൾ എവിടെ പോയി പിക്ക് ചെയ്യണം, എവിടെ പോയി കൊണ്ടുവരണം, എങ്ങനെ എവിടെ എത്തിക്കും, ഇത്ര സമയത്ത് ആണ് ഇത് കഴിയുക, പിന്നെ എന്താണ് അവരുടെ ലഞ്ച്, എങ്ങനെയാണ് അവർ തിരിച്ചു വിടുക, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഒരു വിധമായി. അപ്പോൾ ഈ ഓർഗനൈസ് ചെയ്ത ഈ കാര്യങ്ങൾ പിന്നെ എന്താണ് പിറ്റേ ദിവസം രാവിലെ ആ ഗസ്റ്റ് വരുമ്പോൾ തൊട്ട് നമ്മളതിനെ സ്വീകരിച്ച് ഈ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ടോക്കൺ നടത്തി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, മനസ്സിലായോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഫൈനലൈസ് ചെയ്യാം. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെ കറക്റ്റ് ആണോ, ചെയ്യുന്ന ഫണ്ടിങ്, അതുപോലെ നമുക്ക് അതിൻ്റെ മെയിൻ കാര്യങ്ങളെല്ലാം ഫണ്ടിങ് വേണം. അതിന് അഡ്വാൻസ് കിട്ടിയോ, അപ്പോൾ അഡ്വാൻസ് വാങ്ങിച്ചു, അപ്പോൾ അഡ്വാൻസ് കറക്റ്റ് ആണോ, അതിൻ്റെ ഫണ്ടിങ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിപ്പോർട്ടും സമർപ്പിക്കുന്നു. അതോടുകൂടി എന്താണ് നമ്മളുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എന്താ പറയുക ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ് നമ്മളുടെ ഒരു ടീം പെർഫോമൻസും ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ടീം പെർഫോമൻസും പിന്നെ ഒരു മാനേജ്മെൻറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമ്മളൊരു എപ്പോഴും നമുക്ക് അറിയാം ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല. മോസ്റ്റ്ലി ഒരു പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും എന്ത് വേണം, ഒരു ടീം പെർഫോമൻസ് വേണം, ഒരു അക്കൗണ്ടബിലിറ്റി വേണം, അല്ലേ? അതുപോലെ തന്നെ ഒരു വാലിഡേഷൻ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും അവനവൻ്റെ ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൃത്യമായി അത് ചെയ്യുക. അതുപോലെ തന്നെ അതെല്ലാം കൗണ്ട് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും തന്നെയാണ് നമ്മളുടെ കൂടെ ഈ പ്രോജക്റ്റിന് വരുന്ന ആളുകളുണ്ടാവും, ഇല്ലേ? മാനേജ്മെൻറ്റ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അപ്പോൾ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊക്കെ എന്താണ് അടി ഉണ്ടാക്കാതെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഓക്കെ, ദ ഷെയർ ഹോൾഡർ ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് എ പ്രോജക്റ്റ് ഇവാലുവേഷൻ റിപ്പോർട്ട്. അപ്പോൾ അവരാണ് മോസ്റ്റ്ലി നമുക്ക് ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാം ഹെൽപ്പ് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെയിനായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ പിന്നെ ഈ ഒരു പ്രോജക്റ്റിന് ഈ ഒരു ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആരായാലും നമ്മൾ എന്ത് ചെയ്യുക, അവരുമായിട്ട് ഒരു കൃത്യമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോജക്റ്റ് ഇവാലുവേഷൻ ആണ്. എന്താണ് നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റ് ഇവാലുവേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മളിപ്പോൾ ഏതൊരു കാര്യവും ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഈസ് പോസിബിൾ, അല്ലേ? നമുക്ക് ബെറ്റർ ആയിട്ട് ഒരു വർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും.
അതുപോലെ തന്നെ അതിലൊരു അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എന്താണ് ഒരു ഫൈനൽ ക്രൈറ്റീരിയ, നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ക്രൈറ്റീരിയ ആണെങ്കിലും അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ജെൻഡർ റിലേറ്റഡ്, ട്രൈബൽ റിലേറ്റഡ്, വാട്ട് എവർ മേ ബി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഇവാലുവേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ക്വാളിറ്റി, അല്ലെങ്കിൽ ഫിനാൻസിങ് പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്, ഇതെല്ലാം തന്നെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് നോക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, മോണിറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഫൈനലായിട്ട് അത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് പല പ്രോജക്റ്റുകളും പാതി വഴിക്കെല്ലാം നിന്ന് പോകുന്നത്. നമ്മൾ വലിയ സംഭവമായിട്ട് കൊണ്ടുവരും, പക്ഷേ അതെന്തുകൊണ്ടാണ് ഫുള്ളി വർക്കൗട്ട് ആകാതെ പോകുന്നതെന്ന് വെച്ചാൽ ഇതാണ് റീസൺ. മനസ്സിലായോ? നമ്മൾ പകുതി ചെയ്യും, പകുതി ചെയ്യത്തില്ല, കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യത്തില്ല, കറക്റ്റായിട്ട് ഫണ്ട് വരില്ല, ആദ്യത്തെ ഫണ്ട് വരുന്നത് ഡിലേ ആയി കഴിഞ്ഞാൽ എല്ലാം ഡിലേ ആവും. അപ്പം അങ്ങനെ എന്ത് സംഭവിക്കും, അതവിടെ നിന്ന് പോകും. നിന്ന് പോയി കഴിയുമ്പോൾ അവസാനം അത് വലിയ ബർഡനായിട്ടാണ് വരിക. കാരണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ടാർഗറ്റിൽ എമൗണ്ട് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ചടച്ചില്ലെങ്കിൽ അത് പിന്നെ ഫൈനോടുകൂടി ആകെപ്പാടെ പ്രശ്നമായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിത് മോണിറ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രോജക്റ്റ് തുടങ്ങി അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം ചെയ്തു, പ്രോജക്റ്റ് കൃത്യമായി ചെയ്തു, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു കാര്യമില്ല അവസാനം വരെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ എന്താ ചെയ്യുക, അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റെപ്പ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ പറഞ്ഞ ഇവാലുവേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ സബ്മിഷൻ എന്ന് പറയുന്നത്. ദെൻ അച്ചീവ്മെന്റ് ഓഫ് ടാർഗറ്റ് ഗോൾസ്. എന്താണ് നമ്മളുടെ പിന്നെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ടാർഗറ്റ് ഗോൾസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രോജക്റ്റ് അല്ലെ, ആ ഒരു പ്രോജക്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് നമ്മളുടെ ആ ഒരു സംരംഭം അല്ലെ, ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ അതുപോലുള്ള എന്തോ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്താലും അത് എന്താ ചെയ്യേണ്ടത്, അതിനൊരു ടാർഗറ്റ് ഗോൾസ് ഉണ്ടാവും അല്ലെ. ഒരു പ്രോജക്റ്റിന്റെ ഒക്കെ ഒരു ഗോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ പ്രോജക്റ്റ് എന്താണ് ഒരു എന്തെങ്കിലും ആവാം, ഫാമിലി പ്ലാനിങ്, റൂറൽ ഏരിയാസുകളുടെ ഫാമിലി പ്ലാനിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കാം. അപ്പോൾ അത് ക്വാണ്ടിറ്റബിൾ ഗോൾസ് ഹെൽപ് ടു വിഷ്വലൈസിങ് ദ എൻഡ് ഓഫ് ദ പ്രോജക്റ്റ് എന്നാണ്. അപ്പൊ നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ആ പ്രോജക്റ്റിനെ കുറിച്ച് ആളുകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു അറിവ്, നമ്മൾ ഈ ഒരു അതിന്റെ ലക്ഷ്യം എന്താണോ ആ പദ്ധതിയുടെ ലക്ഷ്യം, അത് നമ്മളുടെ അവസാനത്തിൽ നമ്മൾ കാഴ്ചവെക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണം. ഇത്രയുള്ളൂ, സിംപ്ലി പറഞ്ഞാൽ. എന്താണ് അതിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകണം ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതിന് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ, അതായത് ഒരു അച്ചീവ്മെന്റ് ടാർഗറ്റ് ഗോൾസിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റിങ്ങിന്റെ, അതായത് ഒരു പ്രോജക്റ്റിന്റെ ഒരു ഗോൾ സെറ്റിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ എൻഷുറിങ് സക്സസ്ഫുൾ കംപ്ലീഷൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ഒരു സക്സസ് ആയിട്ട് വിജയകരം ആദ്യം നമുക്കത് കംപ്ലീറ്റ് ആക്കി സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ്. വിജയകരമായി പൂർത്തിയാക്കുക. നിങ്ങൾക്ക് പിന്നെ പ്രസന്റേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങൾ ഈ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അനാലിസിസ് എന്തെന്ന് അറിയില്ല, എനിക്ക് ബിസിനസ് മെത്തഡോളജി അറിയില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞാലും ഇതെല്ലാം പറഞ്ഞു തരുമ്പോൾ നിങ്ങളെ കൊണ്ട് അത് സക്സസ് ആയി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. മനസ്സിലായോ? അത് തന്നെയാണ് ഇതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പം വെൻ ദ ക്യാരിങ് ഔട്ട് എ സോഷ്യൽ സയൻസ് പ്രോജക്ട് ദ ഗോൾസ് ക്യാൻ അസിസ്റ്റ് യു കീപ്പിംഗ് ഡീറ്റെയിൽ റെക്കോർഡ്സ് ഓഫ് സോഷ്യൽ അസോസിയേഷൻ ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. ആണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കീപ്പ് ചെയ്യാം. Okay, it is important to consider the project team whose objectives is enhance social teamwork and communication abilities. അതായത് നമുക്ക് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എൻഹാൻസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടേത് സക്സസ്ഫുള്ളി എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് മനസ്സിലായോ? അതുപോലെ തന്നെ കോൺസെൻട്രേറ്റിംഗ് സോഷ്യബിലിറ്റി, അതായത് നമ്മളുടെ ആസ് എ സോഷ്യൽ സയൻറ്റിസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളുടെ പ്രോജക്റ്റിനെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഒരു സോഷ്യൽ, അതായത് സാമൂഹ്യപരമായ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മളിത്
കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് നമ്മൾ അത് ടീം എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് ആൻഡ് സ്റ്റേ ഓൺ ടാസ്ക് മൈറ്റ് ടു ബി എൻഹാൻസ്ഡ് ബൈ സെറ്റിംഗ് പ്രോജക്ട്സ് ഗോൾ വിത്ത് ആർ സോഷ്യലി അഡ്മിറബിൾ. അതായത് നമ്മൾ എന്താണ് ആ ഒരു സംരംഭം എന്തൊരു പ്രോജക്റ്റ് ആയാലും അതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം എന്താണ് ആ ഒരു ടീമിൽ നമ്മൾ ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ എന്താണ് നമുക്കത് സോഷ്യലി അത് റിലവൻ്റ് ആക്കി മാറ്റാനായിട്ടും നമുക്ക് എന്ത് ചെയ്യണം സാധിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസേഷൻ ഓഫ് സോഷ്യൽ പ്രോസസ്സ് ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോജക്റ്റിൻ്റെ എന്താണ് ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സാമൂഹ്യമായിട്ട് കുറേ പ്രക്രിയകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ കുറേ സോഷ്യൽ പ്രോസസ്സുകളുണ്ട്. അപ്പം ഏതൊരു പദ്ധതിയാണെങ്കിലും നമ്മൾ എന്താണ് ആ ഒരു പ്രോജക്റ്റ് മാനേജറും ടീമിലെ അംഗങ്ങളും ഒക്കെ എന്താണ് ആ ഒരു പിന്നെ എന്താണ് ആ ഒരു ഗോള് അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സൊസൈറ്റിയുമായിട്ടുള്ള ആ ഒരു ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക അവർ അത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതായത് പ്രോജക്റ്റ് മാനേജേഴ്സ് ആൻഡ് ടീം മെമ്പേഴ്സ് ഓഫ് സോഷ്യൽ സയൻസ് പ്രോജക്റ്റ് അസസ് ദെയർ കറന്റ് ഫങ്ഷനിങ് പ്രൊസീജിയർ ടു എൻഷുവർ ആൻഡ് ഓപ്റ്റിമൈസ് ദ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ സാമൂഹ്യപരമായിട്ടും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സാമൂഹ്യ പ്രക്രിയകളൊക്കെ ആയിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോജക്റ്റിന് ആ ഒരു എന്താണ് സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ആ കറക്റ്റായിട്ടുള്ള രീതിയിൽ എന്താണ് ആ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം. നമുക്കൊരു എന്താണ് ഒരു സമൂഹത്തിൻ്റെ എന്തെങ്കിലും ഒരു സാക്ഷരതയോ അങ്ങനെയൊക്കെ ഒരു മെച്ചപ്പെടുത്താനായിട്ടൊക്കെ ഉള്ള ഒരു പ്രോജക്റ്റാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കണക്കൊക്കെ എന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം. മനസ്സിലായോ? അതിനകത്ത് ഒരു വിവേചനമോ അങ്ങനെയുള്ള ഡേറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലിറ്ററസി, ഫോർ എക്സാമ്പിൾ ലിറ്ററസി റേറ്റ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാൻ വയ്യ, ചോദിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തോന്നും പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒരു ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ മൊത്തം സ്റ്റേറ്റിന്റെ ലിറ്ററസി റേറ്റിനെ ബാധിക്കും. അങ്ങനെയൊക്കെ ഉള്ള പ്രോജക്റ്റുകൾ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാം അത് പിന്നെ എന്താണ് ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ കൊടുക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെയാണ് പ്രൊഫഷണൽ ഗ്രോത്ത്. പ്രൊഫഷണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്രൊഫഷണൽ വളർച്ചയ്ക്ക് നമ്മൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ ഓൾറെഡി പ്രൊഫഷണൽ ഗ്രോത്തിനും നമുക്കത് ഹെൽപ്ഫുള്ളായിട്ട് മാറും. ഇപ്പം ഞങ്ങൾ തന്നെ ഞാനും ജാൻ ടീച്ചർ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യോളജി വയനാട്ടിൽ ഒരു പ്രോജക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ട്രൈബൽ ഏരിയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോജക്റ്റ് അവരെ ഹയർ എഡ്യൂക്കേഷനിലോട്ട് കൊണ്ടുവരാനും അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഔട്ട്റീച്ച് പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സക്സസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വയനാട്ടിൽ ഒരു ട്രൈബൽ സ്കൂളോ ട്രൈബലിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് ആ ഒരു പ്രോജക്റ്റിൻ്റെ അതിൻ്റെ ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെയാണ് അസസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ എന്താണ് പ്രോജക്റ്റ് നമ്മളുടെ എന്താണ് അത് അത്രയും എന്താണ് മറ്റുള്ളവർക്ക് അത് ആ പ്രോജക്റ്റിൻ്റെ ഗോൾ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെയും അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി അതുപോലെ ജോലി അവരുടെ ഒരു ടീം മെമ്പേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പൂർത്തിയാക്കാനും അവരുമായിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള കുറച്ചും കൂടി നമുക്ക് അറിവ് നേടാനും അതുപോലെ തന്നെ നമ്മളുടെ ഒരു എന്താണ് ആ ഒരു നമ്മുടെ സ്വന്തമായിട്ടുള്ള പ്രൊഫഷണൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നു ഇതുവഴി സാധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നമ്മുടെ ഫണ്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത്. നമ്മളിപ്പം ഗോളും കാര്യങ്ങളൊക്കെ നോക്കി ഇതിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, മോണിറ്റർ ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു, നമ്മൾ അതിൻ്റെ എത്തിക്സ് അനുസരിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ പോലെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഈ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. കാരണം നമുക്ക് കിട്ടുന്ന ഫണ്ട് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഫണ്ട് ടൈമിങ്ങിലും യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഫണ്ട് ലാപ്സ് ആയി പോകും, ഇല്ലെങ്കിൽ ഓവറായി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അപ്പം ഇങ്ങനെയുള്ള ഈ ഫണ്ട് എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസേഷൻ ചെയ്യുക ഒരു പ്രോജക്റ്റിൽ എന്നുള്ളതാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇതുവരെ ഉള്ളത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളതാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും വേണ്ട. ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മളത് അവസാനം എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം മെയിൻ്റെനൻസ് ഓൾ ഓഡിക്കേറ്റ് സപ്ലൈ ഫണ്ട് മണി. അതായത് നമ്മൾ എന്താണ് ഈ ഫണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് എന്ത് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏത് ഫണ്ടോ കിട്ടുന്ന ഫണ്ട് നമ്മൾ എന്ത് ചെയ്യാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ യൂസേജ് ആൻഡ് അലോക്കേഷൻ ഫിനാൻസ് നമ്മളത് യൂസ് ചെയ്യുന്നതും അലോക്കേറ്റ് ചെയ്യുന്നതും എന്താണ്
കറക്റ്റ് ആയിരിക്കണം. അത് നമുക്കറിയാലോ. അതിൻ്റെ ഉപയോഗവും അതിൻ്റെ വിന്യാസവും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കൃത്യമായിട്ട് ചെയ്യുക, കൃത്യമായിട്ട് ബില്ല് വാങ്ങുക, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബില്ല് കറക്റ്റ് അല്ലെങ്കിൽ കണക്ക് ടാലി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം, ഒരു കൃത്യമായിട്ട് ഒരു ബിൽഡിംഗ് അപ്പ് ഓഫ് സെക്യൂർ ഇൻവെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ ഈ ഒരു ചില പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, സെക്യൂർ ആണെന്നുള്ള ഉറപ്പ് വരുത്തി സെക്യൂർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഗിവിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ദെയർ ഡിവിഡൻഡ് ഷെയർസ് ആർ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിപ്പം മ്യൂച്വൽ ആയിട്ടും അല്ലെങ്കിൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ നമ്മളുടെ കമ്പയർമാരുമായിട്ടും അല്ലെ കമ്പയർ ചെയ്യുന്നവർ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരും എല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് അവർക്ക് കൊടുക്കേണ്ട അതിലിപ്പം ലാഭം കിട്ടുകയാണെങ്കിൽ ആ ലാഭങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിവിഡൻറ്റുകളായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഷെയറൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ മണി അവർക്ക് എന്ത് ചെയ്യുക, നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. സോ എഫക്റ്റീവ് മണി മാനേജ്മെന്റ് ഓൾവേസ് മേജർ പ്രയോറിറ്റി. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളത് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഫണ്ടിന്റെ ഫണ്ട് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിക്യൂട്ടീവിന് പല കാര്യങ്ങൾക്കും ഈ പറഞ്ഞ പോലെ അവസാനം നമുക്കിതൊന്ന് സബ്മിറ്റ് ചെയ്യാൻ സമയത്ത് പോലും നമ്മളെ ഫണ്ടെല്ലാം ടാലി ആയിരിക്കണം. കിട്ടുന്ന ഫണ്ടും അതുപോലെ തന്നെ നമ്മൾ ചെലവഴിക്കുന്നതിന് ഓരോ രൂപയും നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കണക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. പിന്നെ നമ്മളെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പർപ്പസ് ഓഫ് ഫോളോ അപ്പ് പ്രോഗ്രാംസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഗവൺമെന്റിലോട്ടൊക്കെ പോകുന്നതായിരിക്കും. മനസ്സിലായോ? അതിന് ഓരോ പ്രൊസീജിയർ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ പ്രൊസീജിയറിനെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ ഈ ഓരോ പ്രൊസീജിയറിനെ നമ്മൾ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാംസിൻ്റെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നിങ്ങളോട് ഞാനൊരു പ്രോജക്റ്റ് പറഞ്ഞു. ആ പ്രോജക്റ്റ് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രോജക്റ്റ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഫോളോ അപ്പ് സാധാരണ നിങ്ങളാണ് എന്നോട് ചോദിക്കേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു ഗതിയിൽ ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കും, അതായോ, സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയി, ഇൻട്രൊഡക്ഷൻ എഴുതിയായിരുന്നോ, റിവ്യൂ എഴുതിയായിരുന്നോ, അല്ലേ, പിന്നെ മെത്തഡോളജി ചെയ്തോ, എന്തായി, ഡേറ്റ കളക്ഷൻ കഴിഞ്ഞോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചോദിക്കുന്നുണ്ട്. നിസ്സാരമായിട്ട് ഇപ്പം നമുക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ ഇഷ്യൂ നിങ്ങൾക്കറിയാലോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ എന്നെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എക്സാമിൽ വിളിക്കുന്നു, പിന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോകുന്നു, ഇങ്ങനെ നിങ്ങൾ പോകുന്നു, അവിടെ വരെ എത്തി, എന്നിട്ട് നിങ്ങൾ തിരിച്ച് പിന്നെ അത് അന്വേഷിക്കാതിരുന്നത് അവിടെ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഫൈനൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. സോ ദ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എ ഇമ്പാക്ട് ഓഫ് എ പ്രോജക്റ്റ് ഓർ പ്ലാൻ ഫോർ ദ മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദാറ്റ് പ്രോജക്റ്റ് ഓർ പ്ലാൻ എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏതൊരു പ്രോജക്റ്റിനെ മോണിറ്ററിങ് ചെയ്ത് ഇവാലുവേഷൻ ചെയ്താലും നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രവൃത്തിയുടെ അതിൻ്റെ ഒരു മേൽനോട്ടവും വിലയിരുത്തവും ആശയവിനിമയവും ഇതെല്ലാം നമ്മൾ എന്തിൽ വരുന്നതാണ്, ഈ ഒരു ഫോളോ അപ്പ് പ്രോഗ്രാമിൽ വരുന്നതാണ്. നമ്മുടെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു റിസൾട്ടിൻ്റെ ഫോളോ അപ്പിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, നമ്മൾ ഓരോ കാര്യത്തിൻ്റെ ഫോളോ അപ്പിനെ കുറിച്ച് പറഞ്ഞു, അതെന്തായി നമ്മൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അതേപോലെ ഇവിടെ ഒരു പ്രോജക്റ്റിൻ്റെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ മോണിറ്ററിങ്ങും അതിൻ്റെ ഇവാലുവേഷനും അതിൻ്റെ പ്ലാനും അതിൻ്റെ മാനേജ്മെന്റും കമ്മ്യൂണിക്കേഷനും പെർഫോമൻസും ഇതൊക്കെ തന്നെയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ ഫോളോ അപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെ എന്തിനാണ് ഫോളോ ചെയ്യുന്ന, പർപ്പസ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക, ഫോളോ ദിസ് പ്രോഗ്രാം ബിൽഡ് എ ഓർഗനൈസേഷൻ ഓർ ട്രസ്റ്റ് വർത്തീസ് ഓഫ് കോൺസെപ്റ്റ് കൺസിസ്റ്റൻസി ബിക്കോസ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സാമ്പിൾ ഓഫ് ഫണ്ടിങ് ഫ്യൂച്ചർ ഇനിഷ്യേറ്റീവ്സ്. അല്ലേ, നമ്മളിപ്പം കറക്റ്റായിട്ട് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിനാണ്. നിങ്ങൾ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഡിഗ്രി ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഗ്രോത്തും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും പറയല്ലോ, ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ കംപ്ലീറ്റ് ആയി പോയി എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ നമ്മളൊരു ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ ഒരു വിശ്വാസതയും ഒരു സ്ഥിരതയും ഒക്കെ അല്ലേ വികസിപ്പിച്ചെടുക്കുകയും അതുപോലെ തന്നെ പൂർത്തിയായ ഈ പദ്ധതികളൊക്കെ എന്ത് ചെയ്യണം, ഭാവിയിൽ ഫണ്ട് ലഭിക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ വലിയൊരു ഒരു ചേഞ്ചിലോട്ട് തന്നെ കൊണ്ടുവരും. എത്രയോ അതുപോലെ ഒരു എക്സാമ്പിൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു.
കുറെ മുമ്പ്. അങ്ങനെയാണ് കുട്ടികൾക്ക് എന്താണ് പോലീസ് കേഡറ്റ് ആവാം എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസിനെ അതിൽ കൊണ്ടുവന്നു. ഒരു വലിയ SPC എന്ന് പറഞ്ഞൊരു വലിയ ഇതാണ്. അങ്ങനെയാണ് നമ്മളെ ആറ്റുകാൽ പൊങ്കാലയും അങ്ങനെയൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുട്ടി പോലീസ് വരുന്നത്. അവരാരാണ്? ശരിക്കും നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ്. അപ്പൊ അവരെ അതിനകത്ത് ചേർത്ത് അതോടൊപ്പം തന്നെ അവർക്ക് അപ്പം തന്നെ ഡിസിപ്ലിൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇതുവഴി ആ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ ഒരു പോലീസ് ആകണമെങ്കിൽ ആവാം. അപ്പൊ അതിനൊരു നമ്മളൊരു മോഡറേഷൻ കൊടുക്കുന്നു, അവരെ അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നു, അങ്ങനെ അതിലേക്ക് കൊണ്ടുവരുന്നു. ചിലപ്പം എന്താ പറയാ, ചില ഇങ്ങനെ ഒരു അത്രയും വഴക്കുണ്ടാക്കി നടക്കുന്ന കുട്ടികളായിരിക്കാം, അവരെയായിരിക്കും നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുമ്പോൾ ആ കുട്ടികൾ ടോട്ടൽ ചേഞ്ച് തന്നെ ആവും. അപ്പോൾ സൊസൈറ്റിക്ക് തന്നെ ആ കുട്ടികൾ ഒരു അസറ്റ് ആയിട്ട് മാറും. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പ്രോജക്റ്റുകൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു ഇനിഷ്യേറ്റീവ് നമ്മളുടെ ഒരു സൊസൈറ്റിയെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫോളോ അപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഒന്നാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. എന്താണ് ഫൈനൽ സ്റ്റെപ്സ് ഇൻ പ്രോജക്ട് പ്ലാനിങ് എന്നാണ് പറയുന്നത്. നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പുകൾ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് സബ്മിഷൻ ഓഫ് ഫൈനൽ പ്രോജക്ട് റിപ്പോർട്ട്, അതുപോലെ തന്നെ എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് റിപ്പോർട്ടിംഗ്. നമ്മളിപ്പം നമ്മളൊരു ഡെസർട്ടേഷൻ പോലെ തന്നെയാണ്. എങ്ങനെയാണ് നമ്മളുടെ ഒരു പിന്നെ റിസർച്ച് പ്രോജക്റ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫൈനലായിട്ട് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഫൈനൽ പ്രോജക്റ്റ് റിപ്പോർട്ട്. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം എന്താണ്, ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു കവർ പേജ് ഉണ്ടാക്കും. അതുപോലെ നമ്മുടെ എന്താണ് ഡെസർട്ടേഷൻ പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിനൊരു അക്നോളജ്മെന്റോ അതിനൊരു ഫ്രണ്ട് പേജ്, പിന്നെ അതിന്റെ കണ്ടന്റ് പേജ്, എന്താണ് സംഭവം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡേറ്റകൾ അതിനകത്ത് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അതോടുകൂടി നമ്മുടെ പ്രോജക്റ്റ് സബ്മിഷൻ ആയി. അപ്പം പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഫൈനൽ പ്രോജക്റ്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊവൈഡ് പ്രോഗ്രസ് ടുവേർഡ്സ് പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്രോജക്റ്റ് മാനേജ്മെന്റ് പർപ്പസ്. നമ്മൾ എന്താണ് ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു പ്രോജക്റ്റ് എന്നുള്ളത് എഴുതുക. അതുപോലെ അതായത് നമ്മളുടെ അതിന്റെ ഉദ്ദേശങ്ങൾ, അതാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മുടെ ടൈറ്റിൽ, അതിനുശേഷം എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മൾ എന്താണ് നമ്മൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. then എന്താണ് സാറ്റിസ്ഫൈ എക്സ്റ്റേണൽ റിക്വയർമെന്റ് ഓർ റിപ്പോർട്ടിംഗ് ഓർ അക്കോർഡിംഗ് കോൺട്രിബ്യൂഷൻസ്. അതായത് നമ്മൾ ഈ ചെയ്ത പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ ഏത് സ്വകാര്യമാവാം, അല്ലെങ്കിൽ പൊതുവാവാം, അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് ആവാം, ഏത് ഏജൻസിയാണ്, അതുപോലെ ആർക്കാണ് ഇതിന്റെ കൊടുക്കേണ്ടത്, അവരെ മെൻഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ചെയ്യേണ്ടത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻക്ലൂഡിങ് പാർട്ടിസിപ്പൻസ് ഓർ ഷെയ്ഖ് വാട്ടെവർ, ആരായാലും പ്രസ്പെക്റ്റീവ്സ്, അവരുടെ ആ ഒരു ഷെയർ സ്കോളേഴ്സിൻ്റെയും അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൻ്റെയും പിന്നെ ഷെയ്ഖ് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ എന്ത് ചെയ്യാം, അവരുടെ സോഷ്യൽ പെർസ്പെക്റ്റീവ്സ് അവർ ഉണ്ടെങ്കിൽ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുടുംബശ്രീയെ കുറിച്ചാണ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പം നമ്മൾ കുടുംബശ്രീയെ കുറിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം ടൈറ്റിൽ എഴുതുക. നമ്മുടെ പ്രോജക്റ്റിന്റെ ടൈറ്റിൽ എഴുതുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റീവ്സ് എഴുതുക. അതിനുശേഷം നമ്മൾ ആരെക്കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്, കുടുംബശ്രീയല്ലേ. അപ്പൊ കുടുംബശ്രീയുടെ ഒരു ഒബ്ജക്റ്റീവ്സും കുടുംബശ്രീ എന്താണ്, അതിന്റെ മിഷൻ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതുക. മനസ്സിലായോ? അതുപോലെയാണ് നമ്മളിപ്പോ ഒരു പ്രോജക്റ്റ് എടുക്കുക, ആ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ എല്ലാം എഴുതുക. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണോ അതിൻ്റെ പിന്നെ ഈ പറയുന്ന ആരാണോ അതിൻ്റെ ഷെയ്ഖ് ഹോൾഡേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് എഴുതുക. അതോടൊപ്പം തന്നെ നമ്മൾ ആരാണ് നമ്മുടെ പാർട്ടിസിപ്പൻസ്, അതുപോലെ നമ്മളുടെ എന്താണ് നമ്പർ ഓഫ് ആളുകൾ, എന്തോരം ആളുകൾ നമ്മൾ ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണ്, അതുപോലെ തന്നെ എന്തൊക്കെ നെറേറ്റീവ്സ് ആണ് നമ്മൾ അവിടെ കൊടുത്തത്, നമ്മൾ എവിടെ നിന്നെങ്കിലും നമുക്ക് ഫണ്ടിങ് ഉണ്ടായിരുന്നോ, മനസ്സിലായോ, എങ്ങനെയാണ് നമ്മൾ ആ ഫണ്ടൊക്കെ യൂട്ടിലൈസ് ചെയ്തത്, പിന്നെ നമ്മൾ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട്. എന്താണ് അതിൻ്റെ ഔട്ട്കം, നമ്മൾ ഔട്ട്പുട്ട് ഇൻപുട്ട് കൊടുത്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് കൊടുത്തു, പിന്നെ അതിൻ്റെ ഒരു ഔട്ട്കം എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, അതിൽ മെഷർ ചെയ്യുക. അതിന് ശേഷം ഒരു കോർ
നരേറ്റീവ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മൾ അതുകൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, അതും അവിടെ മെൻഷൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണ്, എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ത്രൂ ദ റിപ്പോർട്ട് റൈറ്റിംഗ്, എന്താണ് സോഷ്യൽ ക്ലിയർ റാഷണൽ ആൻഡ് കോഹ്സിവ്. നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ഒരു റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ എല്ലാ നോളജും കൂടെ അതിനകത്തോട്ട് എടുത്ത് കുത്തികയറ്റി അത് വായിക്കാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് എഴുതാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്താണ് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ റിപ്പോർട്ടിൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ക്രിയേറ്റിംഗ് എ റിപ്പോർട്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് ഇൻറ്റൻറ്റ് റീഡർ, റിസർച്ചർ, ലേണർ ഇൻ മൈൻഡ് ആൻഡ് എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് റീഡർ ഫ്രണ്ട്ലി. മനസ്സിലായ, നമുക്ക് വായിച്ചാൽ മനസ്സിലാവണം, അല്ലാതെ അതിനെ കൊണ്ട് വേറൊരാളെടുത്ത് കൊടുത്ത് തർജ്ജിമ ചെയ്ത് വാങ്ങിക്കേണ്ട അവസ്ഥ വരരുത്. വളരെ സിമ്പിളായിട്ട് ദ റിപ്പോർട്ട് ഷുഡ് പ്രോസസ് എ ക്ലിയർ ആൻഡ് എക്സ്പ്ലിസിറ്റ് റൈറ്റിംഗ് സ്റ്റൈൽ. നമ്മൾ വളരെ സിമ്പിളായിട്ട് അത് എന്ത് ചെയ്യണം, നമ്മൾ എഴുതി കൊടുക്കണം ആ റിപ്പോർട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് വേണം റിപ്പോർട്ട് എഴുതാൻ. അതായത് എന്താണ്, ക്ലിയർ ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ് ടു ഓർഗനൈസ് യുവർ റിപ്പോർട്ട്. മനസ്സിലായോ, എന്താണ് ഒരു റിപ്പോർട്ട് റൈറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കണം. അല്ലാതെ എവിടെയെങ്കിലും പോയി തപ്പിപ്പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡേറ്റ എടുത്തുകൊണ്ട് വരാനായിട്ട് ഉള്ള, നമ്മൾ ചില SLM ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാരഗ്രാഫിൽ ഒരു ലൈൻ ഉണ്ടാവുള്ളൂ. ചിലപ്പം അത് കണ്ടുപിടിക്കണമെങ്കിൽ അത് 3 പാരഗ്രാഫ് വായിക്കണം. അപ്പം അങ്ങനെ വരരുത്. അപ്പം അതേ സെയിം നമ്മളൊരു സബ് ഹെഡിങ് കൊടുത്തു നോക്കിക്കുക, എന്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ക്ലിയർ ഹെഡിങ്ങും വേണം, അതുപോലെ സബ് ഹെഡിങ്ങും വേണം. യൂസ് ടേബിൾസ്, ചാർട്ട്സ് ആൻഡ് അതർ വിഷ്വൽ ടൂൾസ് ടു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ. നമുക്കറിയാം, ഇപ്പോൾ ഒരു കാര്യം പറയാണ്, ഈ ഒരു പ്രോജക്റ്റിൽ ഇത്ര പെർസെൻറ്റേജ് ഇന്ന ആളുകളും ഇത്ര പെർസെൻറ്റേജ് ഇന്നവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് നമ്മൾ ഈ എഴുതി വെക്കുന്നേക്കാളും നമ്മളൊരു ചാർട്ടോ ഒരു പൈ ഡയഗ്രാമോ ഇങ്ങനെ റൗണ്ടിന് കൊടുത്ത് ഇത്ര പെർസെൻറ്റേജ്, ഇവിടെ 70%, 30%, ഒരു പച്ച കളർ ഇട്ട് ഇന്ന ഗ്രൂപ്പ്, അല്ലെങ്കിൽ ബ്ലൂ കളർ ഇട്ട് ഇന്ന ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എത്ര ഈസിലി വിസിബിൾ ആണ്. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. Then begin each section of the report with a clear message statement, and it conveys the most significant big picture information followed by more detailed technical information. അതായത് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഓരോ സെക്ഷൻ്റെയും, മനസ്സിലായോ, സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡേറ്റാസ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഓരോത്തിൻ്റെയും പൊതുവായ വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആ ഒരു രേഖകൾ നമ്മൾ കൊടുക്കുക. എന്തെങ്കിലും ടെക്നിക്കൽ ടേംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലാത്തുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, വിശദീകരിച്ചിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ ഇൻക്ലൂഡ് ആൻഡ് എക്സിക്യൂട്ടീവ് സമ്മറി ആൻഡ് ടേബിൾ ഓഫ് കണ്ടന്റ് ടു ലോങ്ങർ ഡോക്യുമെന്റ്സ്. കുറച്ച് വലിയ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സമ്മറി, അതായത് അതിൻ്റെ ഒരു സമ്മറി കൊടുത്തിട്ട് എന്താണ്, ഒരു സംഗ്രഹം അല്ലേ, അതാണ് മലയാളം, അത് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ഉള്ളടക്ക പട്ടിക, ഒരു ചുരുക്ക പട്ടിക, അതായത് ടേബിൾ ഓഫ് കണ്ടന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കൊടുക്കുക. ഇന്നതുപോലെ ഫസ്റ്റ് പേജ് തൊട്ട് ഇതുവരെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ്, ഇന്ന പേജ് തൊട്ട് റിവ്യൂ ആണ്, അല്ലെങ്കിൽ ഇന്നതാണ് രേഖപ്പെടുത്തിയത്. ഫ്രണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് എന്തായിരിക്കും, ഈസി ആയിരിക്കും. ദെൻ ഇഫ് യു എക്സ്പീരിയൻസ് ഡിഫിക്കൽട്ടി റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇറ്റ് മേ ബി ഹെൽപ്ഫുൾ ടു ഫസ്റ്റ് റൈറ്റ് ദ റിപ്പോർട്ട് ഇൻ യുവർ നേറ്റീവ് ലാംഗ്വേജ് ബിഫോർ അറ്റംപ്റ്റ് ദ ട്രാൻസ്ലേറ്റ് ഇൻ യുവർ ഓർ സീക്കിംഗ് ദ അസിസ്റ്റൻസ് ഓഫ് എ ട്രാൻസ്ലേറ്റർ. By doing so, you can communicate your ideas more effectively without being limited by language barriers. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് നമുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അറിയാവുന്നവരൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിപ്പോർട്ട് നല്ല അന്തസ്സായിട്ട് എന്ത് ചെയ്യാം, മലയാളത്തിൽ തന്നെ അങ്ങോട്ട് എഴുതുക. നമുക്ക് ഓൺ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് ആണോ നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിൽ തന്നെ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു ട്രാൻസ്ലേറ്ററിന്റെ ഹെൽപ്പിലോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന്റെയോ ആരുടെയെങ്കിലും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്രണ്ട് ഓർ ട്രാൻസ്ലേറ്റർ വാട്ട് എവർ മേ ബി, നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മൾ മലയാളത്തിൽ എഴുതുമ്പം നമുക്കറിയാം, നമ്മൾ ലാംഗ്വേജ് ഇപ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ മോസ്റ്റ്ലി എന്താണ്, നമ്മൾ മലയാളമാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പെട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട്, നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും നമ്മൾ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ വി ക്യാൻ ഏബിൾ ടു മാനേജ് അല്ലേ, വി കാണ്ട് ഏബിൾ ടു മാനേജ് എന്ന് പറയാം. കാരണം നമുക്ക് അത്രയും പെട്ടെന്ന് മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ മലയാളത്തിൽ നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണ് നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒറ്റ വാക്കിൽ അത് നിർത്തും.
ശരിയല്ലേ? മറ്റേത് മലയാളത്തിൽ ചോദിച്ചാൽ നിങ്ങൾ വാചാലമായിട്ട് നിങ്ങൾ സംസാരിക്കും. സോ അപ്പൊ അതാണ് ലാംഗ്വേജ്. ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ ഇനിയും എഴുതാനുണ്ടാവും, പക്ഷെ ആ ഇംഗ്ലീഷിന്റെ ഒരു പരിമിതി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? മേ ബി ചിലപ്പോൾ അവിടെ നിർത്തും. അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എഴുതിയിട്ട് അപ്പോൾ ഇംഗ്ലീഷിലോട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഐഡിയാസ് ഒന്നും എന്ത് പറ്റില്ല, നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ നമ്മുടെ ലാംഗ്വേജിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. മനസ്സിലായോ? ഇതാണ് നമ്മളുടെ ഒരു റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിന്റെ ഒരു ആസ്പെക്ട്, എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതുന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇനി അതിനകത്ത് എന്തൊക്കെയാണ് മേക്ക് എൻഷുർ ടു പ്രോജക്ട് കണ്ടന്റ് ഹാസ് ദ ഫോളോയിങ് മെയിൻ ഹെഡിങ്. അതായത് പ്രോജക്ട് ടൈറ്റിൽ, abstract, overview of relevant literature, significance of the study, methodology, analysis and interpretation of data, conclusion and implications, limits and recommendations, പിന്നെ എന്താണ് delimitations, reference and appendix. ഇത്രയും സാധനങ്ങൾ എന്ത് വേണം, മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ പ്രോജക്റ്റ് കണ്ടന്റിൽ എന്താണ് ഉണ്ടോ നോക്കണം, ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് റിപ്പോർട്ട് കണ്ടന്റിൽ ഈ ഇന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ ഹൗ ടു റൈറ്റ് എ റിപ്പോർട്ട് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതേണ്ടത്, റിപ്പോർട്ട് ഷുഡ് ബി ക്ലീൻ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ലാംഗ്വേജ് ഇങ്ങനെയാണ്. ഇതൊക്കെ എഴുതിയതിന് ശേഷം റിപ്പോർട്ടിന്റെ ബോഡി കണ്ടന്റിൽ ബാക്കിയെല്ലാം കഥയൊക്കെ എഴുതി വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് സംഭവങ്ങൾ നമ്മൾ മലയാളത്തിൽ എഴുതിയിട്ട് അവസാനം മെയിൻ സാധനം വിട്ടുപോകരുത്. മനസ്സിലായോ? ഇല്ല മറ്റേ കല്യാണത്തിന്റെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിട്ട് ആൽബം എല്ലാം കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരു ഫോട്ടോ മാത്രമേ ഇല്ല. ഏതായിരുന്നു അത്? താലി കിട്ടുന്ന ഫോട്ടോ. അതുപോലെ ഇരിക്കരുത്. അതായത് നമ്മൾ എഴുതുമ്പോൾ എന്താ വേണം, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ കണ്ടന്റിലെല്ലാം വേണം. അതായത് കവർ പേജെല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ട് അവസാനം ഉണ്ടല്ലോ, കണ്ടന്റിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. സോ അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് നേരത്തെ പറഞ്ഞു, പ്രോജക്റ്റ് ഷുഡ് ബി ഫോളോയിങ് ദ എസെൻഷ്യൽ കമ്പോണൻസ് ഇൻ സ്ട്രക്ചറിൽ വേണ്ട കമ്പോണന്റ് ഫസ്റ്റ് കവർ പേജ് വേണം. ഓക്കെ, ഒരു കവർ വേണം. ദെൻ സെക്കൻഡ് പിന്നെ ഒരു അബ്സ്ട്രാക്ട് വേണം. ഓക്കെ, ഒന്നോ രണ്ടോ പാരഗ്രാഫിൽ ഒരു അബ്സ്ട്രാക്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോണ്ടെക്സ്റ്റ്, അതായത് നമുക്ക് നമുക്കതിനെ കുറിച്ച് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ദെൻ നമ്മൾ ഡേറ്റ, മെത്തേഡ്സ് ഓർ സ്റ്റെപ്സ്. എന്ത് ഡേറ്റയാണ്, എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്തത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എക്സിക്യൂഷൻ. അതിന് പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇത് എന്തൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ മേജർ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, പിന്നെ കൺക്ലൂഷൻസ്, പിന്നെ നമ്മളുടെ കൺക്ലൂഷൻ എന്താണ് എന്നുള്ളതും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളുടെ പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫസ്റ്റ് വേണ്ടത്, ടൈറ്റിൽ, ദ പ്രോജക്റ്റ് ഓഫ് ദ ടൈറ്റിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാമോ, ഇതിനകത്ത് വരുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെഡിങ് കൊടുത്തിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് ഫോർമാറ്റ് ചോദിച്ചാൽ ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, മനസ്സിലായോ, അക്നോളജ്മെന്റ്, പിന്നെ കണ്ടന്റ്, ഇൻട്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ബോഡി ഓഫ് ദ റിപ്പോർട്ട്, ഇവാലുവേഷൻ, അതുപോലെ കൺക്ലൂഷൻ, പിന്നെ ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സ് എന്ന് കൊടുത്ത്, ഇതാണ് ശരിക്കും അതിന്റെ സംഭവം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോജക്റ്റിന്റെ ടൈറ്റില്, അതിന്റെ ഒബ്ജക്റ്റീവ്സും കണ്ടന്റും എഴുതി നമുക്കൊരു എക്സാമ്പിളും കൂടി കൊടുത്താൽ 10 മാർക്കിന്റെ എസ് ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. സ്റ്റെപ്സ് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത്. അതുപോലെ ഹൗ ടു റൈറ്റ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്. ഈ 2 ക്വസ്റ്റ്യൻ മേ ബി ഇതിനകത്തുനിന്ന് വരാൻ മോസ്റ്റ്ലി സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടൈറ്റിൽ, പ്രോജക്റ്റ് റിപ്പോർട്ട് ഷുഡ് കണ്ടെയ്ൻ ഫോളോയിങ് എലമെന്റ്സ്. എന്തൊക്കെ വേണം? ഒന്നാമത്തത് ടൈറ്റിൽ. സെക്കൻഡ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അതായത് അബ്സ്ട്രാക്ട് ഈസ് സമ്മറി ഓഫ് ദ റിപ്പോർട്ട് എന്നാണ്. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. തേർഡ് എന്ന് പറഞ്ഞാൽ അക്നോളജ്മെന്റ് ആണ്. അറിയാലോ, അതായത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഗൈഡിനും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറയില്ലേ, അതാണ് അക്നോളജ്മെന്റ്. അതായത് ഇറ്റ് ഈസ് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് നമ്മൾ എന്ത് പറയുക, അക്നോളജ്മെന്റ് എന്ന് പറയാം. ദെൻ കണ്ടന്റ് പേജ്. കണ്ടന്റ് പേജിൽ എന്തൊക്കെ വേണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു.
എന്തൊക്കെയാണ് കണ്ടന്റ് പേജിൽ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ടൈറ്റിലും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഡീറ്റെയിൽസും അതെല്ലാം നമ്മൾ എന്തിലുണ്ടാവും, ഈ ഒരു കണ്ടന്റ് പേജിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് കണ്ടന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകും. ഇൻട്രൊഡക്ഷൻ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ഇസ് എന്താണ് critical component of the report and should begin with the എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോജക്റ്റ് പർപ്പസ്. എന്താണ് പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റിന്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇത്, ഇതിനൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുടുംബശ്രീ ആണെങ്കിൽ എന്താണ് കുടുംബശ്രീ, എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, വാജ്പേയി എപ്പോഴാണ് കൊണ്ടുവന്നത്, എവിടെയാണ് തുടങ്ങിയത്, ഇന്ന് അതിൻ്റെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ റൂട്ട്, പിന്നെ അതുപോലെ തന്നെ അതിന് 3 ഘടകങ്ങളുണ്ട്. എന്താണ് SHG, പിന്നെ എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് ADS CDS അറിയാലോ. അപ്പം എന്താണ് ആ ഒരു ബോഡി, ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ അല്ലേ. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും പിന്നെ എന്താണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ഈ രണ്ടും പിന്നെ NHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, ഈ 3 കൂടെ ചേർന്നാണ് കുടുംബശ്രീ അറിയാലോ. അപ്പോൾ എന്താണ് ആ ഒരു സ്ട്രക്ചർ, പിന്നെ ഇതിൻ്റെ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു. അപ്പം ഞാൻ ഈ കുടുംബശ്രീയിലെ ഒരു എംപവർമെന്റ് എടുക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ എടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റ്, എന്താണ് ഗ്യാപ്പും, ഇത് റിസർച്ച് ഗ്യാപ്പ് ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെ കൊണ്ടുവരണം, ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരിക. അതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഔട്ട്ലൈന്, ഇതെങ്ങനെയാണ് ഈ പ്ലാൻ, എന്താണ് നിങ്ങളുടെ പ്ലാൻ, എങ്ങനെയാണ് ഇത് ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നത്, അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ഗ്രൗണ്ട് വർക്ക് ചെയ്തിരിക്കുന്നത്, അപ്പം നിങ്ങൾ എവിടെയൊക്കെ പോയി ഡേറ്റ എടുത്തു, എന്താണ് ഇതിൻ്റെ ഔട്ട്കം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാക്ക്ഗ്രൗണ്ടിൽ എഴുതേണ്ടത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഓഫ് ദ റിപ്പോർട്ട്. അതായത് നിങ്ങളുടെ മെയിൻ പാർട്ട് ഓഫ് ദ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയാണ്. അതായത് നിങ്ങൾ എന്തൊക്കെ ടെക്നിക്കലായിട്ട് എന്തൊക്കെ യൂസ് ചെയ്ത്, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, എക്സ്പെരിമെന്റേഷൻ, ഒപ്റ്റിമൈസേഷൻ, ഇവാലുവേഷൻ, ഇതൊക്കെ നമ്മൾ ഇത് പറയാം ബോഡിയിൽ പറയാം. മറ്റേതാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ, കുടുംബശ്രീ പോയി ഞാൻ 400 പേരുടെ ഡേറ്റ എടുത്തു, 400 പേരുടെ ഡേറ്റ എടുത്തു, അത് ഇത്രയും ആണുങ്ങളുണ്ടായിരുന്നു, ഇത്രയും പെണ്ണുങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും എംപവർമെന്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അനാലിസിസ്, ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ എഴുതുക, ബോഡി ഓഫ് ദ റിപ്പോർട്ടിൽ എഴുതുക. ദെൻ എന്ത് ചെയ്യുക, ഇവാലുവേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എന്താണ് പ്രസന്റേഷൻ ആണെങ്കിൽ എന്താണ് മേജർ ഫൈൻഡിങ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എന്താണ് പിന്നെ നിങ്ങളുടെ ഇതിന്റെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുക. ഇതിനകത്തുനിന്നാണെങ്കിൽ പുവർ ഇവാലുവേഷൻ ക്യാൻ കോസ്റ്റ് മെനി പ്രോജക്ട്സ് ടു ഫെയിൽ. അതായത് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് പ്രോജക്റ്റുകൾ നടക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്ത്, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. ഇവാലുവേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പാരിസൺ ചെയ്യണമെങ്കിൽ കമ്പാരിസൺ ടെക്നീക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഫണ്ടിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും എന്താണ് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ, പ്ലജറിസം ഉണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതെല്ലാം നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവാലുവേഷനിൽ വരുന്നത്. ദെൻ കൺക്ലൂഷൻ ദ റിപ്പോർട്ട് ഈസ് സമ്മറി. എന്താണ് conclusion, the report summary should include a description of knowledge gained from the project work എന്നാണ്. It is typical to conclude the report of suggesting എന്താണ് ways in which the project can be further developed. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന്റെ കൺക്ലൂഷൻ എഴുതിയതിനു ശേഷം നമ്മൾ എന്താണ് നെക്സ്റ്റ്, അതായത് എന്താണ് നമ്മൾ ഇതിന്റെ ഒരു ഗ്യാപ്പ്. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അയൽക്കൂട്ടം കുടുംബശ്രീ ചേച്ചിമാരെ മാത്രമാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തുള്ള ADSും CDSും മിച്ചമില്ലേ, ബാക്കിയില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഫർദർ സ്റ്റഡീസ് അത് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ADSനെ വെച്ച് എടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത്രയും മാത്രമേ എടുക്കാൻ പറ്റൂ, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സജഷൻസും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അടുത്ത ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിവിടെ തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവിങ് പ്രോജക്റ്റിന്റെ ഔട്ട്കംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് കൂടെ നിങ്ങൾക്ക് അതിനകത്ത് പറയാൻ സാധിക്കും കൺക്ലൂഷനിൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബിബ്ലിയോഗ്രഫി എന്താ പറയുക, ദിസ് ഇൻക്ലൂഡ് ദ കോംപ്രസീവ് ഓൾ റിസോഴ്സസ് സച്ച് ആസ് ബുക്സ്, ആർട്ടിക്കിൾസ്, മാനുവൽസ്, മെറ്റീരിയൽസ് അല്ലെങ്കിൽ ജേർണൽസ്. ഇങ്ങനെ നിങ്ങൾ എന്തിൽ നിന്നൊക്കെയാണോ ഡേറ്റകൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല സ്കോളറി ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ നിങ്ങൾ ഏതിൽ നിന്നൊക്കെയാണോ ഡേറ്റകൾ എടുത്തത് ആ ഡേറ്റകളുടെ, അതായത് നിങ്ങൾ എവിടെ നിന്നൊക്കെ റെഫറൻസ് എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ലാസ്റ്റ് കൊടുക്കണം. അതിനെയാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അപ്പൻഡിക്സിൽ നമ്മൾ എന്ത് ചെയ്യണം, വല്ല ക്വസ്റ്റ്നെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ടേബിളോ അല്ലെങ്കിൽ ടെസ്റ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്പൻഡിക്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്താണ് നമ്മൾ ക്വസ്റ്റ്നെയർ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ആഡ് ചെയ്യുക. ഇതോടുകൂടി നമ്മളെ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പം എന്തൊക്കെയാണ് മെയിൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത്? ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈറ്റിൽ, രണ്ടാമത്തത് അബ്സ്ട്രാക്ട്, മൂന്നെന്താണ് അക്നോളജ്മെന്റ്, നെക്സ്റ്റ് കണ്ടന്റ് പേജ്, ദെൻ ഇൻട്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട്, നെക്സ്റ്റ് എന്താണ് ബോഡി ഓഫ് ദ എന്താണ് ഈ പറഞ്ഞത് ആദ്യം തൊട്ടൊന്ന് പയ്യെ പറഞ്ഞു തരാം, ഒന്ന് എഴുതിയെടുക്കാനോ? ഓക്കെ, അതിനെന്താ? അതായത് ആദ്യത്തെ സ്റ്റെപ്പ് പ്രോജക്ട് റിപ്പോർട്ടിന്റെ ഫസ്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റില്, രണ്ടാമത്തത് അബ്സ്ട്രാക്ട്. നിങ്ങൾക്ക് എന്താ ബുക്ക് കിട്ടിയില്ലേ? ഉണ്ട്, ടെസ്റ്റ് എടുത്ത പേജ് നമ്പർ അറിഞ്ഞൂടാ. ടെസ്റ്റ് എന്റെ കയ്യിലുണ്ട്, 77. അബ്സ്ട്രാക്ട് എഴുതിക്കോ. തേർഡ് അക്നോളജ്മെന്റ്, അങ്ങനെ ഇങ്ങനെ പഠിക്കട്ടെ, അതായത് ഓർക്കും. അക്നോളജ്മെന്റ്, തേർഡ് അക്നോളജ്മെന്റ്. ഫോർത്ത് കണ്ടന്റ് പേജ്, CONTENT, കണ്ടന്റ് പേജ്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ, അവിടെ തൊട്ട് എഴുതിയിട്ടുണ്ട്. അടുത്തത് ബാക്ക്ഗ്രൗണ്ട്, then body of the report, evaluation, conclusion, bibliography, appendix. സ്പീഡ് കൂടിയാ? മനസ്സിലായില്ലേ? സിമ്പിൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു പോയത്. എഴുതിയില്ലേ? ലാസ്റ്റ് പറയുന്നത് പറയാമോ? അപ്പൻഡിക്സോ? ബിബ്ലിയോഗ്രഫി കഴിഞ്ഞിട്ട് ബിബ്ലിയോഗ്രഫി കഴിഞ്ഞ് അപ്പൻഡിക്സ്, APPENDIX, അപ്പൻഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമെന്ററി ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഡേറ്റ കളക്ഷൻ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്നെയറും അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂളൊക്കെ കൊണ്ടുപോകുമല്ലോ, അത് നമ്മൾ ഇതിനകത്താണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ലാസ്റ്റ് ഈ അപ്പൻഡിക്സിൽ കൊടുക്കണം. ബിബ്ലിയോഗ്രഫി ബുക്സിന്റെ റെഫറൻസും എഴുതിയതിനു ശേഷം ആ ക്വസ്റ്റ്നെയർ അറ്റാച്ച് ചെയ്ത് വേണം. ഇപ്പോൾ ഡെസർട്ടേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്താലും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം കൊടുത്ത് കവർ പേജും ഇൻട്രൊഡക്ഷനും തൊട്ട് അക്നോളജ്മെന്റും എല്ലാം ചെയ്ത് അവസാനം ഈ പറഞ്ഞ ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ്, അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റെഫറൻസ് എന്ന് പറയാം കേട്ടോ. റെഫറൻസ്, REFERENCE, റെഫറൻസ്. ഈ റെഫറൻസും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്നെയർ കൊടുക്കണം. അതുകൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ഒരു പിന്നെ പാർട്ട് അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ, ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതാണ് അപ്പൻഡിക്സ്. നമുക്കൊരു എക്സാമ്പിളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രോജക്റ്റ് ടൈറ്റിൽ എങ്ങനെയാണ്, ആ ടൈറ്റിലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ. അതായത് ഇപ്പോൾ ഒരു എന്താണ് ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിൽ റൂറൽ കമ്മ്യൂണിറ്റിയിൽ പ്രൊവൈഡിങ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ ശുദ്ധജലം കൊണ്ടുപോകുന്നില്ലേ, അതിൻ്റെ ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് എഴുതേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതായത് നമ്മൾ ഫിൽട്ടർ ചെയ്ത സിസ്റ്റം റൂറൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താണ് അതിൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ. അതുപോലെ തന്നെ എന്തിനാണ് അത് കൊടുക്കുന്നത്, ഇംപ്രൂവ് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ റൂറൽ കമ്മ്യൂണിറ്റിയിൽ ഇത്ര 5000 പേർക്കാണ് നമ്മൾ ആ ഒരു ഏരിയ, ഏത് ഏരിയ ആണോ അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുത്തിട്ട് നമ്മൾ ആ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പിന്നെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ 5000 പേർക്ക് നല്ല കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇനിഷ്യേറ്റീവ്. അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വാട്ടർ ഫിൽട്രേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ
ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ആ സാധനം പർച്ചേസ് ചെയ്യണം അല്ലേ, ആ സിസ്റ്റം പർച്ചേസ് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേക്കും ഒരു മെയിൻ്റെനൻസ് സിസ്റ്റം അതൊരു കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരണം. പിന്നെ അത് നമ്മൾ മോണിറ്ററിങ് ഇവാലുവേറ്റിംഗ് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഔട്ട്കം എന്താണ്, അതായത് പ്രോജക്റ്റ് എത്ര പേർക്ക് നമുക്കത് കൊടുക്കാനൊക്കെ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇംപ്രൂവ്ഡ് ആക്സസ് ടു ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കമ്മ്യൂണിറ്റി, അവർക്ക് നമുക്ക് ആ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ഇത്രയും പേർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റി, നമ്മൾ അവരുടെ ഡ്രിങ്കിങ് വാട്ടർ ആ കമ്മ്യൂണിറ്റിയുടെ ഇംപ്രൂവ്ഡ് നമ്മൾ എന്ത് ചെയ്തു, ആക്സസ് ടു ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ പ്രോസസ്സ് നമ്മൾ ഇംപ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇംപ്രൂവ്ഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, അവരുടെ ഹെൽത്തും വെൽബീയിങ് നമ്മൾ, കാരണം നല്ല വെള്ളം കൊടുത്തതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്തു അല്ലേ. അപ്പം ഇൻക്രീസ് അവയർനെസ് ഓഫ് നോളജ് എമോങ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീൻ ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ മെമ്പേഴ്സിൻ്റെ മെമ്പേഴ്സിന് ഈ ഡ്രിങ്കിങ് വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാനും സാധിച്ചു. അപ്പൊ ഇത് വരുമ്പോഴല്ലേ, നമ്മൾ ഈ സാധനം വരുമ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. സോ അപ്പോൾ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, അപ്പൊ മറ്റേ വെള്ളവും ഈ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം, അത് കുടിക്കുന്നവർ അവർക്കുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഡിക്രീസ് ആകുന്നത്. സോ ഇപ്പൊ ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടി. ഇപ്പൊ ഇതിന്റെ ബഡ്ജറ്റ് എത്രയായിരുന്നു, അതായത് ആ ഒരു പ്രപ്പോസൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു അത് എമൗണ്ട് എത്രയാണോ അത് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചു, ഫിൽറ്ററിംഗ് സിസ്റ്റത്തിനും ട്രെയിനിങ് സെഷനും പ്രോജക്റ്റ് മോണിറ്ററിംഗ് ഇവാലുവേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇത്രയും ബഡ്ജറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്, ഇത്രയും ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്തു, റൂറൽ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ പ്രൊവൈഡിങ് ആക്സസ് ടു ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഇസ് ക്രിട്ടിക്കൽ നീഡ് ഇൻ റൂറൽ കമ്മ്യൂണിറ്റീസ്. നമ്മൾ അതൊരു റൂറൽ കമ്മ്യൂണിറ്റിയുടെ അത്യാവശ്യമുള്ള കാര്യമാണ് ശുദ്ധജലം എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിച്ചു, പിന്നെ നമ്മളത് ശുദ്ധജലം നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്. ഒരു മിനിറ്റ്, ഹലോ, ഞാൻ ഓൺലൈൻ ക്ലാസ്സിലാണ്, ക്ലാസ്സിൽ തിരിച്ചു വിളിക്കാവേ. ഓക്കെ. അപ്പം നമുക്ക് എന്ത് പറ്റി, അപ്പം നമ്മൾ അവർക്ക് ട്രെയിനിങ് സെഷൻസും അതുപോലെ പ്രോജക്റ്റ് മോണിറ്ററിംഗ് എല്ലാം നമ്മൾ ചെയ്ത് നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ വി ബിലീവ് ദാറ്റ് അവർ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ് വിൽ മേക്കിംഗ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇൻ അവർ ടാർഗറ്റ് ഏരിയ അല്ലേ. നമ്മൾ വിശ്വസിക്കുന്നതാണ് അങ്ങനെ കൊടുക്കുക. നമ്മൾ അതിപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. എന്ത് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് കാരണം നമ്മൾ എന്ത് വിചാരിക്കുന്നു, ആ ഒരു കമ്മ്യൂണിറ്റി ആളുകൾക്ക് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആയിട്ട് ആ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ്, നമ്മുടെ 5000 പേരെയാണ് നോക്കിയെങ്കിലും ഈ 5000 പേർക്ക് ശുദ്ധജലം എത്തിക്കാൻ ഇത്രയും നല്ലൊരു ഫിൽറ്ററിങ് സംവിധാനം കൊടുത്ത് നമ്മളത് നല്ല വാട്ടർ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തപ്പോൾ അവരുടെ എല്ലാം ഹെൽത്ത് ആൻഡ് വെൽബീയിങ് നന്നായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് റിപ്പോർട്ട്, സെറ്റല്ലേ? മനസ്സിലായോ? മനസ്സിലായി. ഇത്രേ ഉള്ളൂ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. 9 മണി വരെ ഉണ്ടെങ്കിൽ നമ്മൾ 7 മണി വരെ തീർന്നല്ലേ. നമ്മുടെ ഒരു എന്താണ്, ഇത് വളരെ എളുപ്പമായിരുന്നു ഈ ചാപ്റ്റർ കേട്ടിട്ട്. അതാണ് ഞാൻ എടുത്തത്. ഇത് അത്യാവശ്യം, അതായത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ്, അത്യാവശ്യം ഈസി, അതായത് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഇതാണ്. എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മളത് റിമോട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളത് റിപ്പോർട്ട് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പത്തേന്നാണെങ്കിലും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, പിന്നെ മോണിറ്റർ ചെയ്യുന്നത്. കാരണം നമ്മൾ മോണിറ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ നമ്മളത് അതിൻ്റെ സ്റ്റെപ്സ് കൃത്യമായിട്ട് നോക്കുക, അതുപോലെ റെക്കോർഡ്സ് എല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അതാണ് നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ഒരു പ്ലാൻ വേണം. ഏത് കാര്യത്തിൽ നമ്മൾ ആദ്യം ഒരു പ്ലാൻ വേണം. ഒരു വീഡിയോ കിട്ടുന്നതാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ആ ഒരു പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ വെച്ചിട്ട് വീഡിയോ ഇട്ടുന്നതിൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്ലാൻ കൊണ്ടുവരിക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ട്രേസ് ചെയ്യുക. അപ്പോൾ അതായത് എവിടം വരെ എത്തി, എന്തൊക്കെയാണ് അതിൻ്റെ പെർഫോമൻസ് ലെവൽ എന്നുള്ളത് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവർ എൻഹാൻസ് ചെയ്യുക, അതിൻ്റെ വർക്ക് ഫ്ലോ പ്രൊസീജിയർ എല്ലാം കൂടി നമ്മൾ എൻഹാൻസ് ചെയ്യുക, അത് പുഷ് ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് അർത്ഥം. മനസ്സിലായോ? അവരെ നമ്മൾ എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, അവർ ഒരു
കോൺസെൻട്രേറ്റിംഗ് ഓർ ലേണിംഗ് ആൻഡ് ഡെവലപ്പിംഗ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു നമ്മൾ പുഷ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ അടുത്ത് മനസ്സിലായില്ലേ സ്റ്റെപ്പ്. അതുപോലെ തന്നെ അവരും അത് കോൺസെൻട്രേറ്റിംഗ് ഓൺ ലേണിംഗ് ഓർ എന്താണ് അവർ ഡെവലപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഇവാലുവേറ്റ് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോജക്റ്റ് നമ്മൾ ഒരു ഇനിഷ്യേഷൻ എടുക്കുക, ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക, അതുപോലെ തന്നെ ഒരു പ്ലാൻ ചെയ്യുക, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ദെൻ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ ആദ്യം ഓർഗനൈസിങ് ചെയ്യുന്നു, നമ്മളൊരു കാര്യം ഓർഗനൈസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓർത്താൽ മതി ഒരു സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും. അതിന് ദെൻ അത് ആപ്ലിക്കേഷൻ ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്തു, പിന്നെ അത് ഫൈനലൈസ് ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, അതൊരു ഡിസിമുലേഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, നമ്മളൊരു ബെറ്ററായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്ട്രാറ്റജീസ് എല്ലാം നോക്കി, അതിൻ്റെ എന്താണ് മാർക്കറ്റിങ്ങും അതിൻ്റെ കോപ്പറേറ്റും അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഫാക്ടേഴ്സും ഇതെല്ലാം നോക്കി നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു എന്താണ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സക്സസ്ഫുൾ കംപ്ലീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഓൺ സൊസൈറ്റബിലിറ്റി, അതായത് നമ്മളൊരു സൊസൈറ്റിക്കൊരു ഒരു വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഒപ്റ്റിമൈസേഷൻ ഓഫ് സോഷ്യൽ പ്രോസസ് ആയിരിക്കും. അതുപോലെ നമ്മൾ എന്താണ് പ്രൊഫഷണൽ ഗ്രോത്ത് ഈ സ്പെസിഫിക് നമ്മൾക്കും ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിൻ്റെ ഫണ്ട് യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഫണ്ട് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, യൂസേജ് നോക്കുക, പിന്നെ അതുപോലെ തന്നെ ഒരു സെക്യൂർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ അവരുടെ രീതിക്കുള്ള ഫണ്ടുകൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തിനാണ് അത് ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ അത് ഫൈനലായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ നോക്കിയത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇപ്പം നമ്മൾ നോക്കിയത്. സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്. അതായത് അതിൻ്റെ ഒരു കവർ പേജും, അതുപോലെ തന്നെ എന്താണ് ഒരു ടൈറ്റിലും, ഒരു അബ്സ്ട്രാക്റ്റും, ഒരു അക്നോളജ്മെൻറ്റും, അതുപോലെ എന്താണ് ഒരു കണ്ടന്റ് പേജും, ഒരു ഇൻട്രൊഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ട്, ബോഡി ഓഫ് ദ റിപ്പോർട്ടും, ഒരു ഇവാലുവേഷൻ, പിന്നെ കൺക്ലൂഷൻ, പിന്നെന്താണ് ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സും എഴുതി കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സാമ്പിൾ പോലെ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണമെങ്കിൽ എഴുതാം. പിന്നെ എന്താണ് ഒരു കണ്ടന്റ് നമ്മൾ പറഞ്ഞായിരുന്നു, റിപ്പോർട്ട് കണ്ടന്റ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് കണ്ടന്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് പറഞ്ഞു. ഒരു കവർ പേജും, അതുപോലെ തന്നെ ഒരു അബ്സ്ട്രാക്റ്റും, ഇതൊക്കെ എന്താണ് ഡേറ്റയും ഇതിൻ്റെ കൺക്ലൂഷനും, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടന്റ് പേജിൽ വരുന്നതാണ്. അപ്പം പ്രോജക്റ്റ് ടൈറ്റിലും അബ്സ്ട്രാക്റ്റും, പിന്നെ എന്താണ് ഓവർവ്യൂ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി, മെത്തഡോളജി, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻ, ഇംപ്ലിമെന്റേഷൻ, ലിമിറ്റ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ്, ഡീലിമിറ്റേഷൻ, റെഫറൻസ്, ഈ അപ്പൻഡെക്സ്, ഇതൊക്കെ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് പേജിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഈ യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഈ യൂണിറ്റിൽ ഏത് ചോദിച്ചാലും എഴുതുമല്ലോ അല്ലേ? ഡേറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഓണാക്കാതെ ഓഫാക്കി വെച്ചത്. എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. രാവിലെ തൊട്ടതിൻ്റെ മുകളിൽ അസൈൻമെന്റ് വാല്യുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തായിരുന്നു. എന്താണ് ഇനി പറയണോ? ഒന്നുകൂടെ കേൾക്കാനൊക്കെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുമോ? ഇത് തന്നെ റെക്കോർഡ് ഇപ്പൊ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനിത് റെക്കോർഡിങ് ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടിട്ടൊക്കെ റെക്കോർഡഡ് ക്ലാസ് ഇടുവോ?